Hi, welcome to this class of ventilators. So this is a fifth mode topic. So we'll study in detail what is ventilators. So ventilator refers to the movement of air in and out of the lungs by a machine or by a person manually. The mechanical ventilators will help us to take breaths when we are unable to take our own breaths. അതായത് ഒരു നോർമൽ പേഴ്സണിന് ഒരു റെസ്പിറേഷൻ പ്രോബ്ലമോ ഒരു ആസ്മ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻ്റ് അല്ല ഈസ് ഇൻ എ കോമ സ്റ്റേജിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പേഷ്യൻറ്റിന് നോർമലി ഈ റെസ്പയർ ചെയ്യാൻ പറ്റില്ല. അതായത് ഇൻസ്പിറേഷനും എക്സ്പിറേഷനും അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്ത് എന്ത് ചെയ്യും, നമുക്കൊരു വെന്റിലേഷൻ കൊടുക്കും. അതാണ് വെന്റിലേറ്റേഴ്സ്. വെന്റിലേഷൻ മീൻസ് എയർ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദി ലങ്സ്. അത് ഫോഴ്സ്ഫുള്ളി ഉണ്ടാവും. അതെങ്ങനെ നടക്കുമെന്ന് നമുക്കിന്ന് നോക്കാം. സോ ഇതിൽ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പോസിറ്റീവ് പ്രഷർ വെന്റിലേഷനും നെഗറ്റീവ് പ്രഷർ വെന്റിലേഷനും. ഇതിൽ പോസിറ്റീവ് പ്രഷർ വെന്റിലേഷനാണ് നിങ്ങൾ നോർമലി വെന്റിലേറ്റർ പറഞ്ഞ് കാണുന്നത്. അതായത് പോസിറ്റീവ് പ്രഷർ പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ കാട്ടിയും കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ഫോഴ്സ്ഫുള്ളി നിങ്ങളെ മൗത്തിലെ കൂടെ ഒരു ട്യൂബ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ട്യൂബിലെ ത്രൂ നിങ്ങളെ എയർ ഫോഴ്സ്ഫുള്ളി ഇൻസേർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇതിലെന്താ സംഭവിക്കുക വെച്ചാൽ ഈ പോസിറ്റീവ് പ്രഷറിൽ വെന്റിലേഷനിൽ സൈഡ് എഫക്ട്സ് ഉണ്ടാവാം. പക്ഷേ നെഗറ്റീവ് പ്രഷർ വെന്റിലേറ്റേഴ്സിൽ നോർമൽ വെന്റിലേഷനാണ്. അതായത് നിങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്പിറേഷനും എക്സ്പിറേഷനും ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ, അതിന് നമ്മൾ നെഗറ്റീവ് പ്രഷർ വെന്റിലേഷൻ എന്ന് പറയാം. അത് രണ്ട് തരത്തിലുണ്ട്. അപ്പോൾ നെഗറ്റീവ് പ്രഷർ വെന്റിലേഷൻ വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഒരു ജലദോഷമോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ ഒരു ചെറിയൊരു മാസ്ക് ഫിറ്റ് ചെയ്തിട്ട് നിങ്ങളെ കൊണ്ട് ഒരു ആവി കൊള്ളാൻ പറയും അല്ലേ, ആവി കൊള്ളാൻ പറയും. അതാണ് നിങ്ങളെ നെഗറ്റീവ് പ്രഷർ വെന്റിലേഷൻ. പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആസ്മ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടായിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ICUവിൽ പോയി അഡ്മിറ്റ് ചെയ്യുക. അങ്ങനെ സമയത്ത് ഉണ്ടാകുന്ന പ്രഷർ വെന്റിലേഷനാണ് പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ. ഓക്കെ, now you can see this patient ഒരു കാണാൻ പറ്റും. ഇത് ഇയാളുടെ വായിലെ കൂടി ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ കൂടെ ഒരു ഇൻസ്പിറേഷൻ വരുന്നുണ്ട്, ഒരു എക്സ്പിറേഷനും പോകുന്നുണ്ട്. സോ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഏതാണ്? ഒരു മെക്കാനിക്കൽ വെന്റിലേറ്റർ. സോ ഇവർ എൻഡോട്രാച്ചൽ ട്യൂബ് വെച്ചിട്ട് വായിലെ കൂടെ ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാവും. സോ ഈ നർസാണ് അത് മെയിനായിട്ട് കൺട്രോൾ ചെയ്യേണ്ടത്. സോ എപ്പോൾ പേഷ്യൻ്റ് വിത്ത് അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ ഫ്രീക്വൻ്റ്ലി റിക്വയർ ഇൻറ്റ്യൂബേഷൻ ആൻഡ് മെക്കാനിക്കൽ വെന്റിലേഷൻ ടു സസ്റ്റെയിൻ ലൈഫ്. സോ ഇതിൽ റെസ്പിറേറ്ററി മസിൽ വീക്ക്നെസ്സും ആൻഡ് ദി ന്യൂമോണിയ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വേണ്ടൂ. സോ ഇതാണ് നിങ്ങളുടെ ട്രാച്ചിയ എന്ന് പറയുന്നത്. ഈ ട്രാച്ചിയ വരെ നിങ്ങൾക്കൊരു ട്യൂബ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാവും. സോ എന്താ സംഭവിക്കുക, നിങ്ങളെ ഇത് ഈ ബ്രോങ്കസിൽ എന്താ ഉണ്ടാവുക, ബ്രോങ്കസ് നിങ്ങളെ ആൽവിയോളസ് പറയുന്ന സംഭവം ഉണ്ടാവും. ഈ ആൽവിയോളസിൻ്റെ ഉള്ളിൽ കൂടെയാണ് നിങ്ങളുടെ എയർ വന്ന് ഫില്ലാവുന്നത്. അപ്പോൾ എയർ ഫില്ലായി കഴിഞ്ഞാൽ ആ എയറിലുള്ള ഓക്സിജൻ ഈസ് ഒബ്സോർബ് ബൈ യുവർ ബ്ലഡ് ആൻഡ് ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എയർ അബ്സോർബ് ചെയ്യും. അങ്ങനെ അത് ഒരു ട്രാൻസ്പോർട്ടേഷൻസ് ഉണ്ടാവും. നൗ വി see what is that tube which is inserted, so how it is being inserted. so ഇതാണ് എൻഡോട്രാച്ചിയൽ ട്യൂബ്. ഇതാണ് നിങ്ങളുടെ പോസിറ്റീവ് പ്രഷർ വെന്റിലേഷനിൽ നിങ്ങൾ ഇൻസേർട്ട് ചെയ്യുന്ന ആ ട്യൂബ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു കഫ് ഇൻഫ്ലേറ്റിംഗ് ട്യൂബ് പറഞ്ഞ് നിങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നുണ്ട്. ആ കഫ് ഇൻഫ്ലേറ്റിംഗ് ട്യൂബ് എന്താകും വെച്ചാൽ ഇവിടെ ഒരു കഫ് ഉണ്ടാവും. ആ കഫ് എന്താകും വെച്ചാൽ ഈ ട്യൂബിനെ ആ ഒരു ട്രാച്ചിൽ ഒന്ന് ഹോൾഡ് ചെയ്യിക്കും. ഇല്ലെങ്കിൽ എന്താകും വെച്ചാൽ ട്യൂബ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. അതുകൊണ്ട് ആ ട്രാച്ചിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്തെടുക്കണം. ഈ കഫ് ഇൻഫ്ലേറ്റിംഗ് ട്യൂബ് അതിൽ മാക്സിമം പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ആ കഫ് വലുതാവും, അതവിടെ ടൈറ്റായിട്ട് നിൽക്കും. അപ്പം ഇതിൽ യു ക്യാൻ സീ ഇറ്റ് ഈസ് ബീങ് ഇൻസേർട്ടഡ് ഇൻസൈഡ് യുവർ മൗത്ത്. സോ ഇതാണ് എൻഡോട്രാച്ചിയൽ ട്യൂബ്. ഇത് ഇൻസേർട്ടിങ് നാസോ ഗ്യാസ്ട്രിക് ട്യൂബ്, അതായത് ഡയറക്റ്റ് നിങ്ങളുടെ വയറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഫുഡ് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങളുടെ മൂക്കിൽ കൂടെയാണ് നിങ്ങൾക്ക് ഫുഡൊക്കെ നിങ്ങളുടെ വയറ്റിലെത്തിക്കുക. അതായത് വായിലെ കൂടെ എയറും മൂക്കിലെ കൂടെ ഫുഡുമാണ് നിങ്ങളെ ICUവിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് അതായത് വെള്ളവും
ഭക്ഷണവും അത് വെള്ളവും വായുവും കൊടുക്കുന്നത് ഇങ്ങനെയാണ്. അത് ഫുഡും പിന്നെ എയറും കൊടുക്കുന്നത് അതിങ്ങനെയാണ്. അത് ഫുഡ് കൊടുക്കുന്നത് മൂക്കിലെ കൂടി, എയർ കൊടുക്കുന്നത് വായിലെ കൂടിയാണ്. സോ പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ PPV is primarily used in acutely and critically ill patient. ഞാൻ പറഞ്ഞു വളരെ acutely critically ill patient മാത്രമേ പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ ഉപയോഗിക്കൂ. പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ ക്യാൻ ബി ഇൻവേസീവ് ആൻഡ് നോൺ ഇൻവേസീവ്. ഇഫ് ഇൻവേസീവ് ആൻഡ് എൻഡോട്രാച്ചിയൽ ട്യൂബ് ഇസ് യൂസ്, ഞാൻ നേരത്തെ പറഞ്ഞു വായിലെ കൂടെ ഇൻസേർട്ട് ചെയ്യുന്ന ട്യൂബാണ് എൻഡോട്രാച്ചിയൽ ട്യൂബ്. ഇതാ എവിടെയും കാണാൻ പറ്റും. ആ ഒരു പർട്ടിക്കുലർ കുട്ടി, ചെറിയൊരു കുട്ടീൻ്റെ വായിലെ കൂടെ ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. Again, if pressure is above atmospheric pressure, it is considered to be positive. എത്രയാണ് പ്രഷർ? അറ്റ്മോസ്ഫിയർ പ്രഷർ എത്രയാണ്? 760 millimeter of mercury അല്ലേ? അതിനെക്കാട്ടും കൂടുതൽ പ്രഷർ കൊടുത്തിട്ട് the use of positive pressure ventilation or PPV involves pushing air with a positive pressure directly into the trachea and lungs, pushing air directly into the trachea and lungs. And note the main difference between positive pressure and negative pressure. Negative pressure എന്ന് വെച്ചാൽ നോർമലി നിങ്ങൾ നോർമലി ബ്രീത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ സ്ട്രെസ് ചെയ്തിട്ടാണോ ബ്രീത്ത് ചെയ്യുക? അല്ലല്ലോ, നോർമലി ബ്രീത്ത് ചെയ്യും അല്ലേ? നോർമലി ബ്രീത്ത് ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പം നോർമലിനെക്കാട്ടും കൂടുതലായിട്ടും എയർ എന്ത് ചെയ്യും? അത് എയറിന് പ്രഷർ കൊടുക്കേണ്ടി വരും ഈ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ. So increase in the pressure for positive pressure allows for forced air to penetrate in the lungs and alveolar sacs. When the air stops being pushed in, അതായത് ഒരു ഇൻസ്പിറേഷൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ the pressure will drop to the atmospheric pressure. അതായത് ബോഡീൻ്റെ ഉള്ളിൽ അതല്ലേ ലങ്സിലെ കൂടെ പ്രഷർ ഇട്ടു, നിങ്ങൾ ഒരു മാക്സിമം പ്രഷർ ഇട്ടിട്ട് ആ പ്രഷറിൽ നിന്ന് ഗ്യാസ് നിങ്ങളുടെ ബോഡീൻ്റെ ഉള്ളിൽ ലങ്സിലേക്ക് എത്തി. ആ ലങ്സിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്തു? നിങ്ങൾ അത് ആ ഒരു സ്റ്റോപ്പ് ചെയ്തു, അതായത് പ്രഷർ കൊടുക്കുന്ന സ്റ്റോപ്പ് ചെയ്തു, അത് ഇൻസ്പിറേഷൻ സ്റ്റോപ്പ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ആ പ്രഷർ കൊണ്ട് ഇൻസേർട്ട് ചെയ്യുന്ന ഗ്യാസ് നിങ്ങളുടെ ലങ്സിൽ വന്നപ്പോൾ നിങ്ങൾ ആ പ്രഷർ സ്റ്റോപ്പ് ചെയ്ത പാട് ഇതിൻ്റെ പ്രഷർ എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. അത് ആ ലങ്സിലത്തെ പ്രഷർ ഡിക്രീസ് ചെയ്തപ്പം പിന്നെ ഏതാണ് ഏറ്റവും കൂടുതൽ പ്രഷർ ഉള്ളത്? നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ അല്ലേ? അപ്പോൾ എന്ത് ചെയ്തു? The drop in pressure chest will recoil and air is pushed out of the lungs. That is the chest will recoil. Chest normal ലെവലിലേക്ക് വരും, അത് എയർ എക്സ്പയർ ആയി പോകും. സോ ഇതാണ് രണ്ടും തരത്തിൽ. അതായത് the gas will move from higher pressure to the lower pressure. അത്രയേ ഉള്ളൂ. അതായത് ഹയർ പ്രഷറിൽ നിന്ന് ലോവർ പ്രഷറിലേക്ക് മൂവ് ചെയ്യും ഗ്യാസ്. സോ ഇവിടെ കൺട്രോൾ ഉണ്ടാവും, ഇൻസ്പിറേറ്ററി ഫ്ലോ ഡെലിവറി സിസ്റ്റം ഉണ്ടാവും, എക്സലേഷൻ കൺട്രോൾ സിസ്റ്റം ഉണ്ടാവും, പേഷ്യൻ്റ് സർക്യൂട്ട് ഉണ്ടാവും. സോ ഇതാണ് ഇതിൻ്റെ ഫങ്ഷണൽ ഡയഗ്രാം ഓഫ് പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ. So next one we see negative pressure ventilation. When we breathe in, the pressure in our lungs is lower than atmospheric pressure, which is known as negative pressure. So ഇതിവിടെ നോക്കുക, നമ്മൾ നോർമലി ബ്രെത്ത് ചെയ്യുമ്പോൾ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ പ്രഷർ ഇൻസൈഡ് നോക്കുക എത്രയുണ്ട്? 757 millimeter Hg. അപ്പം പുറമേ അറ്റ്മോസ്ഫിയറിക് പ്രഷറോ 760 millimeter Hg അല്ലേ? അപ്പോൾ ഈ 760 millimeter Hgന് അത് എങ്ങനെ പ്രഷർ ഫ്ലോ ചെയ്യുക? ഗ്യാസ് ഫ്ലോ ചെയ്യാൻ എങ്ങനെയാണ്? ഹയർ പ്രഷർ ടു ലോവർ പ്രഷർ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഹയർ പ്രഷറിൽ നിന്ന് ലോവർ പ്രഷറിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ ഹയർ പ്രഷറിൽ ലോവർ പ്രഷറിലേക്ക് ഫ്ലോ ചെയ്യുമ്പോൾ 760 mm 757ലേക്ക് ഇത് എയർ ഫ്ലോ ചെയ്തു. സോ അത് നമുക്ക് എന്ത് ഇൻസ്പിറേഷനായി. ഇപ്പോൾ ഈ ഇൻസ്പിറേഷനിൽ നോക്കിയാൽ മതി, ഇതിൽ ഒരു ഡയാഫ്രം കോൺട്രാക്ട്സ് ഡൗൺവേർഡ്സ്. നിങ്ങൾ ഇൻസ്പയർ ചെയ്യുമ്പോൾ ഡയാഫ്രം താഴോട്ടാണ് പോകുന്നത്. നിങ്ങളിപ്പോൾ തന്നെ ഒന്ന് അബ്സോർബ് ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങളൊന്ന് ഇൻസ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ഡയാഫ്രം താഴോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇതിലെന്ത് ചെയ്തു? ഇതിൽ ഈ സമയത്ത് ഇൻസ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലങ്സിൽ ഇല്ലേ ആ പ്രഷർ എത്രയാണ്? 757 mmHg. അത് നെഗറ്റീവ് അല്ലേ? അത് നെഗറ്റീവ് വെച്ചാൽ അത് അറ്റ്മോസ്ഫിയർ പ്രഷറിനെക്കാട്ടിയും കൂടുതലാണോ? അല്ല, വളരെ വളരെ കുറവാണ് അല്ലേ? 757 is lesser than 760 mm. That is why it is called as negative pressure ventilation. So you can see the pressure decreases and volume increases.
and in expiration you can see 763 അതായത് നിങ്ങൾ ഇൻസ്പയർ ചെയ്ത് 760 mm നിങ്ങളുടെ ലങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് 763 മില്ലിമീറ്റർ മെർക്കുറി ആയി. അപ്പോൾ അങ്ങനെ 760 മില്ലിമീറ്റർ മെർക്കുറി ആകുമ്പോൾ ഇത് 760 മില്ലിമീറ്റർ മെർക്കുറി അവിടെ ഉണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്തു, ദി പ്രഷർ വിൽ ദി ഗ്യാസ് വിൽ ഫ്ലോ ഫ്രം ഹയർ പ്രഷർ ടു ദി ലോവർ പ്രഷർ. അത് നമുക്ക് ഇവിടെ എക്സ്പിറേഷൻ ആവും. സോ ഇങ്ങനെയാണ് ആ എക്സ്പിറേഷനിൽ ആ ഡയഫ്രം കോൺട്രാക്ട് ചെയ്യും, ഇത് റിലാക്സ് ചെയ്യും, ഇൻസ്പിറേഷന് ഡയഫ്രം കോൺട്രാക്ട് ചെയ്യും. സോ ഈ രീതിയിലാണ് നെഗറ്റീവ് പ്രഷർ വെന്റിലേഷൻസ്. നെഗറ്റീവ് പ്രഷർ വെന്റിലേഷൻസ് നിങ്ങളുടെ നോർമൽ, therefore when we take a normal or spontaneous respiration we are referring to the negative pressure ventilation. നോർമൽ വെന്റിലേഷൻ ആണ് നെഗറ്റീവ് പ്രഷർ വെന്റിലേഷൻ. അപ്പം ഇത് പണ്ടത്തെ കാലത്ത് ഈ നെഗറ്റീവ് പ്രഷർ വെന്റിലേഷൻ ഉപയോഗിച്ചിട്ടും ഒരു ബ്രീത്തിങ് നടക്കുന്നുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ പേഷ്യൻറ്റിനെ ഒരു ഒരു അയൺ കേസിൽ കൂടെ ഇൻസേർട്ട് ചെയ്യും. അയാളെ ഹെഡ് മാത്രം പുറത്തേക്ക് ഇടും. അയാളെ ഹെഡ് മാത്രം പുറത്തേക്ക് ഇട്ടിട്ട് എന്താ ചെയ്യുക വെച്ചാൽ ഈ ഒരു ഹെഡിൽ പുറത്തേക്കിട്ട് ഇയാളുടെ ലങ്സിലെ ആ പ്രഷർ ഡിക്രീസ് ചെയ്യും. അതായത് ഇതിൻ്റെ ആ അയൺ ബോക്സിലെ പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തു, ആ ലങ്സിലെ പ്രഷറും ഡിക്രീസ് ചെയ്യും. ലങ്സിലെ പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തു അറ്റ്മോസ്ഫിയർ പ്രഷർ ഇൻക്രീസ് ചെയ്തില്ലേ, അറ്റ്മോസ്ഫിയർ പ്രഷർ ഇൻക്രീസ് ചെയ്തു, ഇയാളെ ലങ്സിലെ പ്രഷർ ഡിക്രീസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഹയർ പ്രഷറിൽ നിന്ന് ലോവർ പ്രഷറിലേക്ക് എയർ ഫ്ലോ ചെയ്തു. അപ്പോൾ അങ്ങനെ അത് ചെയ്യാറുണ്ടാവും. So in order to cause inhalation, the pressure in the chest has to fall below the atmospheric pressure. So the solution is to put patient's entire body or just the chest into a box. Inside the box the pressure is dropped to below atmospheric pressure. അതായത് ആ ഒരു കേസിനുള്ളിൽ അയാളെ ഇട്ടിട്ട് അയാളുടെ പ്രഷർ, അയാളുടെ ലങ്സിലെ പ്രഷർ ഡിക്രീസ് ചെയ്തു. ഇൻ കോമൺലി എവറി ലാംഗ്വേജ് എ നെഗറ്റീവ് പ്രഷർ വെന്റിലേഷൻ സിസ്റ്റം ഇസ് കോൾഡ് ആസ് അയൺ ലങ് എന്നാണ് നെഗറ്റീവ് പ്രഷറിൽ പറയാറ്. സോ ഇവിടെ നോക്കിയാൽ മതി, ഒരു നെഗറ്റീവ് പ്രഷർ എന്ന് വെച്ചാൽ അയാളെ ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ ചെസ്റ്റ് നോക്കിയാൽ മതി. ചെസ്റ്റ് ഒരു ചെറിയൊരു കേസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആ ചെസ്റ്റിനുള്ളിലുള്ള ആ പ്രഷർ നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയർ പ്രഷറിനെക്കാട്ടിയും കുറവായിരിക്കും. 757 mmHg. അറ്റ്മോസ്ഫിയർ പ്രഷർ 760 mmHg. അപ്പോൾ എന്താ ചെയ്യും, ഗ്യാസ് വിൽ ഫ്ലോ ഫ്രം ഹയർ പ്രഷർ ടു ദി ലോവർ പ്രഷർ. അറ്റ്മോസ്ഫിയർ പ്രഷറിൽ നിന്ന് നേരെ ലങ്സിലേക്ക് എയർ ഫ്ലോ ചെയ്യും. സോ ഇതാണ് നെഗറ്റീവ് പ്രഷർ. പോസിറ്റീവ് പ്രഷർ എന്താക്കും വെച്ചാൽ നിങ്ങളുടെ ലങ്സിൽ എത്ര പ്രഷർ വേണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല, അതിനെക്കാട്ടും കൂടുതൽ പ്രഷർ നമ്മൾ ഇവിടുന്ന് അപ്ലൈ ചെയ്യും. അതാണ് പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എനിക്ക് തോന്നുന്നു. ഈ പോസിറ്റീവ് പ്രഷർ വെന്റിലേഷനും നെഗറ്റീവ് പ്രഷർ വെന്റിലേഷൻ എന്താണെന്ന് മനസ്സിലായി എനിക്ക് തോന്നുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് വെന്റിലേറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇനി വെന്റിലേറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. വെന്റിലേറ്റേഴ്സിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം നോക്കാം.